വൺ പാൻ ക്വിക്ക് റെസിപ്പിയിലെ നെക്സ്റ്റ് റെസിപ്പിയാണ് ചെട്ടിനാട് ബീഫ് ബിരിയാണി. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ്. ആദ്യം നമ്മൾ കുക്കറിലേക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് ഗീയും ഓയിലും എടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് സ്ലൈസ് ചെയ്തിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, ഗാർലിക് ആഡ് ചെയ്യുക, കാഷ്യൂനട്ട് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ സ്ലൈസ് ചെയ്തിട്ടുള്ള ഓണിയൻസ് ആഡ് ചെയ്യുക. 3 ഇൻഗ്രീഡിയൻറ്റ് അരച്ചിട്ടും പേസ്റ്റായിട്ടും ആഡ് ചെയ്യാണ്ട്. ഒന്നാമത്തെയാണ് ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, രണ്ടാമത്തെയാണ് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ്, മൂന്നാമത്തെയാണ് മല്ലിയിലയും പുതിനയിലയും നന്നായിട്ട് അരച്ചത്. അപ്പോൾ ആദ്യത്തെ പേസ്റ്റ് ഉള്ളതാണ് ഇഞ്ചി, ഗാർലിക്, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി. അത് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള പുതിനയിലേയും മല്ലിയിലേയും പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചില്ലേ, അത് ആഡ് ചെയ്യുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യാനുണ്ട്. ഈ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, കാഷ്യൂനട്ട്, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഇടുക. ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്യാനുണ്ട്. റൈസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റൈസ് ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ കഴുകിയെടുത്ത റൈസാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ റൈസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുന്നേ വേവിച്ച് വിട്ടുള്ള ബീഫ്, അതായത് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് ഇട്ട് വേവിച്ച് ബീഫ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. വേവിച്ച ബീഫ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എത്ര ഗ്ലാസ് അരിയാണ് എടുത്തത് അതിൻ്റെ ഇരട്ടി നമ്മൾ വെള്ളം എടുക്കണം. അത് ബീഫിൻ്റെ സ്റ്റോക്കായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ച് വെള്ളമായിട്ട് എടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യുക, വീണ്ടും തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്യുക. ടൊമാറ്റോ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു തിളയും കൂടിയും വരുമ്പോൾ നമ്മൾ കുക്കറിൻ്റെ വിസിലിട്ടിട്ട് മൂടിയിട്ട് സ്റ്റൗവിൽ ഒരു 10 മിനിറ്റ് വെക്കുക. ദെൻ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളിയാണ്, ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത്.